ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഫാബുലസ് ലൈഫ്. ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് മനസ്സിലായല്ലോ, ഷ്രിങ്കിങ്. മേ ബി നിങ്ങൾക്ക് ഈ ഒരു വിഷയം മനസ്സിലായിട്ടുണ്ടാവാം, ഇല്ലായിരിക്കാം. പക്ഷേ വോയിസ് കേട്ട് നോക്കുക. ആദ്യ ഭാഗത്ത് പറയുന്ന പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ട് എന്നാണെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ ലൈഫ് മാറ്റുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കോൺഫിഡൻറ്റും, അതായത് നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്പേസിൽ കോൺഫിഡൻറ്റും, പുറത്ത് മറ്റുള്ളവരുമായിട്ട് എൻഗേജ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണുന്ന സമയത്ത് ചുരുങ്ങിയ പോലെ ഫീൽ ചെയ്യാറുണ്ടോ? സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഇൻലോസിൻ്റെ അടുത്ത്, ഭർത്താവിൻ്റെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ ഭാര്യയുടെ ഫാമിലി മെമ്പേഴ്സ്, അല്ലെങ്കിൽ പുതിയ സ്ഥലങ്ങളിൽ പോകുമ്പോൾ നിങ്ങൾ ചുരുങ്ങി പോകുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ടോ? നിങ്ങളുടെ വീട്ടിലിരിക്കുമ്പോഴുള്ള നിങ്ങളേ അല്ല പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എത്ര തന്നെ കോൺഫിഡൻ്റ് ആവാനുള്ള കാര്യങ്ങൾ ചെയ്താലും അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫ് എസ്റ്റീം ഒക്കെ ഹൈ ആണ്, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളായിട്ടിരിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ. ഷ്രിങ്കിങ് എന്ന് പറഞ്ഞാൽ ഈ ചുരുങ്ങിപ്പോവാന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ വീക്കായതുകൊണ്ടല്ല കേട്ടോ. നിങ്ങളുടെ ബോഡി നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങളുടെ നെർവസ് സിസ്റ്റം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ പല സ്ഥലങ്ങളിലും ചുരുങ്ങിപ്പോകുന്നത്, നിങ്ങളുടെ കോൺഫിഡൻസ് അങ്ങ് പുറത്തേക്ക് വരാത്തത്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അതായത് ഒന്ന് ചൈൽഡ്ഹുഡ് ട്രോമ ആയിരിക്കാം, ചെറിയ പ്രായം മുതലേ ഉള്ള മോശപ്പെട്ട അനുഭവങ്ങളായിരിക്കാം, അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റിലാണ് നിങ്ങൾ വളർന്നു വന്നതെങ്കിൽ, ഇനി കുട്ടിക്കാലമൊന്നും കുഴപ്പമില്ല എന്നാണെങ്കിൽ ഒരു ഏജ് കഴിഞ്ഞതിന് ശേഷം, മേ ബി മാരേജിന് ശേഷം നിങ്ങൾ ചെന്നുപെട്ടത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാറ്റിലും ജഡ്ജ് ചെയ്യുന്ന ഒരു ഫാമിലിയിലേക്കാണെങ്കിൽ അവിടെ മുതലായിരിക്കാം നിങ്ങളുടെ ഈ ഒരു പ്രശ്നം തുടങ്ങിയിട്ടുണ്ടാവുക. നമ്മൾ ഈ ചുരുങ്ങി നിൽക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ബ്രെയിൻ നമ്മളോട് സംസാരിക്കുന്നത് ഒരേ പാറ്റേൺ ആയിരിക്കും, ഒരേ കാര്യമായിരിക്കും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതായത് മിണ്ടാതിരിക്കുക, ശ്രദ്ധിക്കുക, മിസ്റ്റേക്ക് ഒന്നും പറ്റില്ലേ, പെർഫെക്റ്റ് ആയിട്ടിരിക്കുക, ഡീസൻ്റ് ആയിട്ടിരിക്കുക, ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ബ്രെയിൻ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക. എന്തിനാണിങ്ങനെ ചുരുങ്ങാനായിട്ട് നമ്മുടെ ബ്രെയിൻ പ്രേരിപ്പിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സേഫ് ആവാൻ നോക്കുമ്പോൾ നമുക്ക് നമ്മളോട് സത്യസന്ധത പുലർത്താനായിട്ട് കഴിയേയില്ല. ഒരു ഭാഗത്ത് ചുരുങ്ങുന്ന സമയത്തും വേറൊരു ഭാഗത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഫ്രീ ആയിട്ടിരിക്കാനും പറ്റും കേട്ടോ. കുട്ടികളുടെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ അടുത്ത്, നിങ്ങളുടെ അടുത്ത, അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പെരുമാറാനായിട്ട് കഴിയും. നിങ്ങൾ കോൺഫിഡൻ്റ് ആയിരിക്കും. നിങ്ങൾക്ക് സേഫായിട്ട് തോന്നുന്ന സ്ഥലങ്ങളിലൊക്കെയും നിങ്ങൾ കോൺഫിഡൻ്റ് ആയിരിക്കും. ഇതൊരു പേഴ്സണാലിറ്റിയൊന്നും അല്ല, ഈ ചുരുങ്ങിപ്പോവാന്നുള്ളത് നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റുന്നൊരു ശീലമാണ് കേട്ടോ. ഈ മാറ്റം കൊണ്ടുവരാനായിട്ട് ചെറിയൊരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റാണ് ഇവിടെ കൊണ്ടുവരേണ്ടത്. സൊസൈറ്റി എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ചുറ്റുമുള്ള ആൾക്കാരൊക്കെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാവരും എന്നെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ നല്ല കുട്ടിയായിട്ടിരിക്കണം അല്ലെങ്കിൽ ഞാൻ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യണം എന്നുള്ള ചിന്ത മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാര്യത്തിൽ നിന്ന് ഫ്രീ ആവാനായിട്ട് കഴിയും. ഇത് ഈസിയാണോ എന്ന് ചോദിച്ചാൽ ഈസി അല്ല. എന്തും പ്രാക്ടീസിലൂടെയാണ് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ചുറ്റുമുള്ള സൊസൈറ്റി എന്ന് പറയുന്നത് ആരാണ്? ഓരോ വ്യക്തികൾ ചേർന്നിട്ടുള്ള ഒരു കൂട്ടത്തെയാണ് നമ്മൾ സൊസൈറ്റി എന്ന് പറയുന്നത് അല്ലേ. ഈ ഓരോരാളും ഇംപെർഫെക്റ്റ് ആണ്, ആരും പെർഫെക്റ്റ് അല്ല. എല്ലാവരും നമ്മളെപ്പോലെയാണ്. അതായത് ഒരു പ്രശ്നം അല്ലെങ്കിൽ വേറൊരു പ്രശ്നം എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും ഡിഫറെൻ്റ് ആണ്. എല്ലാവർക്കും ഉള്ള കഴിവുകളും അല്ലെങ്കിൽ കുറവുകളും എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ പെർഫെക്റ്റ് അല്ലാത്ത ആൾക്കാർ പരസ്പരം നോക്കിയാൽ എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്? ഒന്നും സംഭവിക്കാനില്ല. അതുമാത്രമല്ല, എല്ലാവരും നമ്മളെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊരു ചിന്ത മാത്രമാണ്. എല്ലാവരും അവനവൻ്റെ പ്രശ്നത്തിലേക്കാണ് ഏറ്റവും കൂടുതൽ നോക്കുന്നത് എന്നുള്ളതാണ് സത്യം. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ കാര്യമല്ലേ ചിന്തിക്കാറുള്ളത് പുറത്തേക്ക് പോകുമ്പോൾ? നമ്മുടെ ഡ്രസ്സിൻ്റെത്, അല്ലെങ്കിൽ നമ്മുടെ പല കാര്യങ്ങൾ, നമ്മുടെ കുട്ടികളുടെ കാര്യം, അല്ലെങ്കിൽ നമ്മളെ ചുറ്റിപ്പറ്റിയുള്ള ചിന്തകളാണ് നമുക്കെപ്പോഴും ഉണ്ടാവുന്നത്. നമ്മളിപ്പോൾ ഒരു മാളിലൂടെ നടക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മളൊരു പാർക്കിലൂടെ നടക്കുമ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ചിന്ത നമ്മുടെ ലൈഫുമായി ചുറ്റിപ്പറ്റിയുള്ളതായിരിക്കും. നമുക്ക് ചെയ്യാനുള്ള കാര്യമായിരിക്കും, അല്ലെങ്കിൽ ഓൾറെഡി കഴിഞ്ഞു പോയൊരു സംഗതി ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് മനസ്സ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. നമ്മൾ വേറൊരാളെ നോക്കി ജഡ്ജ് ചെയ്യാണോ ചെയ്യുന്നത്? പിന്നെ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ മറ്റുള്ളവരെ നോക്കി ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ പ്രശ്നം നന്നായിട്ട് വരും കേട്ടോ. നിങ്ങളോടൊന്നും പറയുന്നില്ലെങ്കിലും ചുറ്റുമുള്ള ആൾക്കാരെക്കുറിച്ച് എപ്പോഴും കുറ്റവും കുറവും പറയുന്ന ആൾക്കാരാണ് നിങ്ങളുടെ കൂടെ ഉള്ളതെങ്കിൽ നിങ്ങൾക്കൊരിക്കലും കോൺഫിഡൻ്റ് ആയിട്ടിരിക്കാനായിട്ട് കഴിയില്ല. കാരണം നിങ്ങളുടെ ഉള്ളിൽ ഈ ഒരു തോട്ട് ഉണ്ടാവും, ആരെങ്കിലും എന്നെക്കുറിച്ചും ഇതുപോലെ പറയുന്നുണ്ടാവും എന്നുള്ള തോട്ട് നിങ്ങൾ ചിന്തിച്ചില്ലെങ്കിലും അത് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവും. ഈ ഒരു ഫിയർ ഉണ്ടാവും. മറ്റുള്ളവരെക്കുറിച്ച് കുറ്റങ്ങൾ പറയുന്ന അല്ലെങ്കിൽ ഊഹിച്ച് പറയുന്ന, ഇല്ലാത്ത കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് കൂട്ടുകൂടാതിരിക്കുക. അങ്ങനെയുള്ള ആൾക്കാരെ എൻഗേജ് ചെയ്യാതിരിക്കുക. അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ലൈഫിൽ ആവശ്യമില്ല. നിങ്ങൾക്ക് വളരണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. അറിവില്ലായ്മ കൊണ്ടും അല്ലെങ്കിൽ സംസാരിക്കാനില്ലാത്തത് കൊണ്ടും ഒക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ച് പോകുന്ന ആൾക്കാരുണ്ടാവും. ശരിയായ അറിവ് കിട്ടുമ്പോഴാണല്ലോ നമ്മളിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. നിങ്ങളുടെ പ്രിയപ്പെട്ട ആൾക്കാർക്ക് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപദേശിച്ചു കൊടുക്കാം, അവർ ഉപദേശം സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ. അല്ലെങ്കിൽ പല സമയത്തായിട്ട്
ഇന്നിന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഇന്നിന്ന പേടി നമ്മുടെ ഉള്ളിലും കുടുങ്ങിപ്പോവും എന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരോട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. അടുത്തൊരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് വേണ്ടത് നിങ്ങളൊരു ഗസ്റ്റ് അല്ല എന്നുള്ളതാണ്. എവിടെയും നിങ്ങളൊരു ഗസ്റ്റ് അല്ല. നമ്മൾ നമ്മുടെ ലൈഫിൽ ഫുള്ളസ്റ്റാണ് ജീവിക്കേണ്ടത് അല്ലേ. നമ്മുടെ വീട്ടിൽ നമ്മൾ മാത്രമായിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഫുള്ളസ്റ്റാണ് ജീവിക്കുന്നത്. ഈ ഒരു വോയിസ് റെക്കോർഡ് ഞാനിപ്പോൾ ചെയ്യുന്നത് എൻ്റെ ഫുള്ളസ്റ്റ് ആയിട്ട് ഇരുന്നുകൊണ്ടാണ്. അതായത് എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ ചെറുതും മാത്രമേ ഉള്ളൂ, എൻ്റെ ചെറിയ കുട്ടിയും മാത്രമേ ഉള്ളൂ. ഫുള്ളസ്റ്റ് ആയിട്ടാണ് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ താമസിക്കുകയാണ്, ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതേ ഞാൻ ഒരു കോഫി ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എൻ്റെ രീതി അങ്ങ് മാറും. ഞാൻ ഇവിടെ നിന്ന് കാറിലുള്ള സമയത്തൊക്കെയും ഞാൻ തന്നെ ആയിരിക്കും. പക്ഷേ ഒരു കോഫി ഷോപ്പിൽ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എൻ്റെ മോഡങ്ങ് മാറിപ്പോവും. ഞാനതിൽ മാറ്റം കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണമായത് ഞാൻ ഈ ഒരു ഷ്രിങ്കിങ്ങിനെ കുറിച്ച് എൻ്റെ ലൈഫിലുള്ള പ്രശ്നങ്ങൾ വെച്ച് എഴുതുന്ന അതേ സമയത്ത് തന്നെ എനിക്ക് ഇതേ കാര്യങ്ങൾ കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ട് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ, ഞാൻ ഇന്ന ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്നു, കോൺഫിഡൻസിൻ്റെ ഗ്രൂപ്പിലുണ്ടായിരുന്നു, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തതാണ്, ഇന്ന ഏരിയയിൽ ഞാൻ കോൺഫിഡൻ്റ് ആണ്, പക്ഷേ ഇന്ന പോലെ എനിക്ക് എന്തോ സംഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കൺഫ്യൂസ്ഡ് ആയിട്ട് വന്ന മെസ്സേജും, പിന്നെ ഒരാൾ ഞാനിങ്ങനെ ഷ്രിങ്കായി പോകുന്നു, ഇൻലോസിൻ്റെ ഇടയ്ക്ക് ഞാൻ ചുരുങ്ങി പോകുന്നു എന്ന് പറഞ്ഞ് ഒരാൾ അയച്ച മെസ്സേജും, അതാണ് ഈ ഒരു വീഡിയോയിലേക്ക് എത്തിച്ചത് തന്നെ. ഈ കോഫി ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ചുരുങ്ങി പോകുക എന്നുള്ളത്, അവിടെ പോയി അവർ ഓക്കെ എന്ത് ഹെൽപ്പാണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് എൻ്റെ എല്ലാം അങ്ങ് പറക്കും. അതായത് അതുവരെ ഉണ്ടായിരുന്ന കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഞാനേ ആയിരിക്കില്ല, പെട്ടെന്ന് എൻ്റെ മൈൻഡിലുള്ളതൊക്കെയും ബ്ലറായി പോവും. അത് വെറും ഒരു ആങ്സൈറ്റി അല്ല, ഞാൻ പുറത്ത് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യണം എന്നുള്ള എൻ്റെ ഉള്ളിലുള്ള ഒരു തോട്ടാണ്. ചെറിയ പ്രായം മുതലേ ഞാൻ കേട്ടിട്ടുള്ള എല്ലാവരുടെയും മുമ്പിൽ ഡീസൻ്റ് ആയിട്ടിരിക്കണം എന്നുള്ള ആ ഒരു തോട്ടുണ്ടല്ലോ, അതാണ്. ഞാൻ എല്ലായിടത്തും ഡീസൻ്റ് ആയിരിക്കണം. നടക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, വൃത്തികേടുണ്ടാവാൻ പാടില്ല, സംസാരിക്കുമ്പോൾ ഒരു മിസ്റ്റേക്ക് പോലും വരാൻ പാടില്ല, ചൂസ് ചെയ്യുന്നത് തെറ്റിപ്പോവാൻ പാടില്ല. ഇത്രയും കാര്യങ്ങൾ ഒരു സമയത്ത് തന്നെ നമ്മുടെ തലക്കകത്തേക്ക് വന്നു കയറി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മൾ ആകെ എന്താണ് പറയാൻ ഉദ്ദേശിച്ചതെന്ന് കൂടി മറന്നു പോവും, മൊത്തത്തിൽ ബ്ലറായി പോവും. എവിടെയാണെങ്കിലും ഞാനായി ഇരുന്നാൽ മതി എന്നുള്ള തോട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമ്മൾ പാനിക് ആവുമോ? ഒരിക്കലും ഇല്ല. നമ്മളായി ഇരിക്കുന്ന സമയത്ത് അധികം മിസ്റ്റേക്സ് പോലും നമ്മുടെ ലൈഫിൽ വരില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പം നിങ്ങൾ ഈ ഒരു വേൾഡിൽ ഗസ്റ്റ് അല്ല, നിങ്ങൾ റെസിഡൻ്റ് ആണ്, നിങ്ങളിവിടെ ജീവിക്കുകയാണ് ഫുള്ളസ്റ്റ് ആയിട്ട് എന്നുള്ള തോട്ട് കൊടുക്കുക. ഒരു ഹോസ്പിറ്റലിൽ പോയാൽ ഹോസ്പിറ്റലിൽ നിങ്ങൾ ഗസ്റ്റ് അല്ല, നമ്മൾ അവിടുത്തെ ഒരു മെയിൻ ക്യാരക്ടറാണ് അല്ലേ. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് പോകുന്നു, നമുക്ക് ആവശ്യമുള്ള ഡോക്ടറെ കാണുന്നു, ആ ഡോക്ടർക്ക് നമ്മൾ പേഷ്യൻ്റ് ആണ്, ആ ഡോക്ടർക്ക് നമ്മളെ ആവശ്യമുണ്ട് അല്ലേ. നമുക്ക് ഡോക്ടർ ആവശ്യമുള്ള പോലെ തന്നെ ഡോക്ടർക്ക് നമ്മളെയും ആവശ്യമുണ്ട്. ഈ ഒരു വീഡിയോ ഒരിക്കലും മെയിൻ ക്യാരക്ടർ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ് അല്ല കേട്ടോ. അതായത് എല്ലായിടത്തും പോയി ആളാവാനുള്ള ടിപ്സോ ട്രിക്സോ ഒന്നുമല്ല. ഈ ഒരു വീഡിയോ എത്ര കോൺഫിഡൻ്റ് ആവാൻ നോക്കിയിട്ടും അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും കോൺഫിഡൻ്റ് ആവാൻ പറ്റാത്ത, ഷ്രിങ്കായി പോകുന്ന, ചുരുങ്ങിപ്പോയിക്കൊണ്ടേയിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ആരുടെ ലൈഫിലും മെയിൻ ക്യാരക്ടർ ആവാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ നമ്മുടെ ലൈഫിൽ മെയിൻ ക്യാരക്ടർ ആവുന്നു, അത്രയേ ഉള്ളൂ. നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല, നമ്മളെ മറ്റുള്ളവർ ബുദ്ധിമുട്ടിക്കുന്നത് നമ്മൾ അലോ ചെയ്യുന്നുമില്ല, അതിനുള്ള അനുവാദം കൊടുക്കുന്നുമില്ല. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. നമ്മൾ നമ്മുടെ ലൈഫിൽ മെയിൻ ക്യാരക്ടർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനും കഴിയുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ മുൻപിൽ ഒരു അമ്മയും ചെറിയൊരു കുഞ്ഞും, കൈക്കുഞ്ഞ് ഉണ്ട്. അവരുടെ കയ്യിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം അവർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ വേറെ വഴിയില്ല. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മെയിൻ ക്യാരക്ടറായിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ആ ഒരാളെ ഹെൽപ്പ് ചെയ്യാനാണ് നോക്കുക. ഇനി നിങ്ങൾ മെയിൻ ക്യാരക്ടർ അല്ലെങ്കിൽ പലതരം ഇൻസെക്യൂരിറ്റീസ് കൊണ്ട് എന്ത് ചെയ്യില്ല, മുൻപോട്ടേക്ക് മൂവ് ചെയ്യില്ല, അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോവില്ല. നിങ്ങൾ മെയിൻ ക്യാരക്ടർ ആണെങ്കിൽ തീർച്ചയായിട്ടും അവരോട് പോയിട്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണോ, അല്ലെങ്കിൽ ഞാൻ ഇന്ന പോലെ ചെയ്യണോ എന്നുള്ളത് നിങ്ങൾ ചോദിച്ചിരിക്കും. നേരത്തെ പറഞ്ഞത് ഓർക്കുക, ട്രോമറ്റൈസ്ഡ് ആയിട്ടില്ല അല്ലെങ്കിൽ ആരും പരിഹസിച്ചിട്ടില്ല, ജഡ്ജ് ചെയ്തിട്ടില്ല എന്നുള്ള ഏരിയാസിൽ നാച്ചുറലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു എനർജി ഫ്ലോ ആവും. നിങ്ങൾക്ക് നിങ്ങളായിട്ട് നിന്നുകൊണ്ട് ഹെൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാനൊക്കെയും കഴിയും. നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് കിട്ടിയിട്ടുള്ള ഏരിയാസ് പ്രത്യേകം എടുത്ത് പ്രാക്ടീസ് ചെയ്യണം, പ്രത്യേകം തോട്ട്സ് കൊടുക്കണം. നമ്മളായിട്ടിരിക്കാത്ത സമയത്താണ് നമ്മൾ നിന്ന് പരുങ്ങുന്നത് കേട്ടോ, അതുകൂടി പറയാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഒരു കോഫി ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നിന്ന് പരുങ്ങാതെ നമുക്ക് വേണ്ടത് വേണമെങ്കിൽ ആദ്യമേ തന്നെ നമുക്ക് ഡിസൈഡ് ചെയ്യാം അല്ലേ. അല്ലെങ്കിൽ അവരോട് പറയാം, ഞാനിതൊന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മെനു ചെക്ക് ചെയ്തിട്ട് സാധനങ്ങൾ ഒരുമിച്ച് പറയാം. ഓക്കെ, ഇന്ന കാര്യങ്ങളാണ് വേണ്ടത്. ഹൈപ്പർ മാർക്കറ്റിൽ പോയി നിങ്ങൾക്ക് കൺഫ്യൂഷനുള്ള സാധനങ്ങൾ അതെടുത്തുകൊണ്ട് അവിടെയുള്ള ആൾക്കാരോട് ഹെൽപ്പ് ചോദിക്കാം. മേ ഐ ഹെൽപ്പ് യു എന്നുള്ള ടീഷർട്ട് ഇട്ടുകൊണ്ട് ഹൈപ്പർ മാർക്കറ്റിലെ ആൾക്കാർ നിൽക്കുന്നത് എന്തിനാണ്? നമ്മളെ ഹെൽപ്പ് ചെയ്യാനാണ്. അവർക്ക് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് അവരും ഇമ്പോർട്ടൻ്റ് ആണ്. അവരോട് നമുക്ക് സഹായങ്ങൾ ചോദിക്കാം അല്ലേ. ഈ ഒരു കാര്യത്തിലൊക്കെ കുറേ തോട്ട്സ് ചേഞ്ച് ആയത് എൻ്റെ ഹസ്ബൻഡ് ഹൈപ്പർ മാർക്കറ്റ് ഫീൽഡാണ്.
ഹസ്ബൻഡ് എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന കാര്യമാണ്, കസ്റ്റമേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ക്ലയൻസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അവർക്ക് വേണ്ട കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം, അവർക്ക് വേണ്ട സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. ഈ രീതിയിൽ എപ്പോഴും പറയാറുണ്ട്. ആദ്യമൊക്കെ എനിക്ക് ഒരു ഹൈപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരു കാര്യം ചോദിക്കാൻ നല്ല മടിയാണ്, ബുദ്ധിമുട്ടിക്കേണ്ടെന്നാണ് ഞാൻ ചിന്തിക്കുക. പക്ഷേ നമ്മൾ അവരോട് സംസാരിക്കുമ്പോഴാണ് അവർക്കും സംസാരിക്കാനുള്ളൊരു ചാൻസ് കിട്ടുന്നത്. അല്ലെങ്കിൽ അവർ മനസ്സിലാക്കി വെച്ചിട്ടുള്ള, അവർ പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് പറയാനൊരു ചാൻസാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. പിന്നെ എല്ലായിടത്തും എല്ലാ ടൈപ്പ് ആൾക്കാരുണ്ടാവും അല്ല. ചിലർക്ക് മറുപടി പറയുന്നത് ചുരുക്കമായിരിക്കും, ചിലർ വിശദീകരിച്ച് കാര്യങ്ങൾ പറഞ്ഞുതരും, ചിലർക്ക് നമ്മുടെ രീതി ആയിരിക്കാം, ചിലർക്ക് നമ്മുടെ ഓപ്പോസിറ്റ് രീതി ആയിരിക്കാം, ചിലർ മുഖം നോക്കി സംസാരിക്കില്ല. അത് നമ്മൾ അതുപോലെ തന്നെ ആ ഒരു വ്യത്യാസം അതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യുക. ആരും മോശമായതുകൊണ്ടല്ല പല രീതിയിൽ പ്രതികരിക്കുന്നത്, അവരായിട്ട് നിൽക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് അവർക്ക് അവരാവാൻ കഴിയാത്തതായിരിക്കാം. നമ്മളത് ശരിക്കും ചിന്തിക്കേണ്ടതില്ല. നമ്മളായിട്ടിരുന്നാൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. ഇനി എൻ്റെ മറ്റൊരു എക്സ്പീരിയൻസ് പറയാം കേട്ടോ. ഞാനിവിടെ ജിമ്മിൽ പോകുമ്പോൾ എൻ്റെ അതേ ടൈമിൽ, ഞാൻ നൈറ്റാണ് പോകുന്നത്, എൻ്റെ അതേ ടൈമിൽ വരുന്ന 2 ലേഡീസ്, എനിക്ക് അവരെ കണ്ട മുതലൊരു ഫിയർ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അവരെ കാണുമ്പോൾ മാത്രം ഞാൻ ചുരുങ്ങിപ്പോവും. വല്ലാതെ എനിക്ക് എന്തോ ഒരു ഫിയർ. ഞാൻ എടുക്കുന്ന സാധനമൊക്കെ ഇപ്പോൾ ഒരു വെയിറ്റുള്ള സാധനം വെക്കുകയാണെങ്കിൽ അത് ശബ്ദത്തിലായിരിക്കും വെച്ച് പോവുക. അങ്ങനെ എന്തോ ഒരു സംഭവം. ബാക്കിയുള്ള ആരെ കണ്ടാലും ഒരു പ്രശ്നമില്ല. കുറേ ഒരാഴ്ചയൊക്കെ എടുത്തു കഴിഞ്ഞിട്ടാണ് പിന്നെ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ആ 2 പേരുടെയും ഫേസ് കട്ട്. അത് എൻ്റെ ഫാമിലിയിലുള്ള, ഞാൻ ചെറിയ പ്രായത്തിൽ നമ്മുടെ ഫാമിലി ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരാളുടെ ഫേസുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. അതുകൊണ്ടായിരുന്നു ഞാൻ അവരുടെ മുമ്പിൽ ചുരുങ്ങി പോകുന്നുണ്ടായിരുന്നത്. അത് മനസ്സിലാക്കാൻ കുറേ ദിവസം എടുത്തു. ഞാൻ ചിന്തിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് എന്തുകൊണ്ടാണ് ഇവരെ കാണുമ്പോൾ മാത്രം എൻ്റെ മുട്ടുകൾ തമ്മിലിടിക്കുന്നതെന്ന്. വല്ലാത്തൊരു ഫിയർ വരിക. പ്ലസ് എനിക്കറിയാം ഞാൻ അവിടെ പേടിക്കാൻ ഒന്നുമില്ല, ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു, അവർ അവരുടെ കാര്യമാണ് ചെയ്യുന്നത്. എല്ലാവരും അവിടെ വരുന്നത് അവനവൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. നമ്മളാരും പരസ്പരം സംസാരിക്കുന്നില്ല, കണ്ടാലൊന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ ഒന്ന് പരിചയപ്പെടാനായിട്ടൊരു ഹായ് ഒക്കെ പറയാം. അപ്പോൾ എൻ്റെ മനസ്സിലാണെങ്കിൽ ഇവരോട് ഹായ് പറയണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പക്ഷേ അതൊരിക്കലും ഒരു ഗുഡ് ഫീലിങ്ങിലും അല്ല. സംതിങ് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തോന്നൽ, ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഫീലാണ് വരുന്നത്. പക്ഷേ എനിക്ക് അവരുമായിട്ട് എത്രയും പെട്ടെന്ന് കണക്റ്റ് ആവണം എന്നുള്ളൊരു ഫീലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എവിടെ നിന്നാണ് വന്നതെന്ന് വെച്ചാൽ, ഞാൻ ചെറുപ്പത്തിൽ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു പ്രശ്നക്കാരിയായിട്ടുള്ള ആ ഒരു ലേഡി, ആ ആളുടെ അടുത്ത് സ്വീറ്റായിട്ട് ചിരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഹായ് പറഞ്ഞ് ഹലോ പറഞ്ഞ് ചേർന്ന് നിൽക്കലാണ് സേഫ്റ്റി. അപ്പോൾ അതേ ഫേസ് കെട്ടുള്ള അല്ലെങ്കിൽ അതേ ഷേപ്പുള്ള ഒരാളെ കണ്ടപ്പോഴാണ് എൻ്റെ ഫിയർ പുറത്തേക്ക് വന്നത്. ഞാൻ അവിടെ ഷ്രിങ്കായി പോയത്, ചുരുങ്ങിപ്പോയത്. ഇപ്പോൾ കണ്ട ആൾക്കാർ ഏതോ രാജ്യക്കാരാണ്, ഞാനുമായിട്ടൊരു ബന്ധമില്ല. ഇതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കി. ഇപ്പോൾ ഒരു നേഴ്സായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ഡെലിവറിക്ക് നിങ്ങൾ പോയ സമയത്ത് നിങ്ങളോട് മോശമായിട്ട് പെരുമാറിയത് മെലിഞ്ഞ് ലോങ് ഹെയർ ഉള്ളൊരു ലേഡി ആയിരിക്കാം, ഒരു നേഴ്സായിരിക്കാം. പിന്നെ മെലിഞ്ഞ് ലോങ് ഹെയർ ഉള്ള ഒരാളെ കാണുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഫീലിംഗ് വരുന്നത് വളരെ നോർമലാണ്. ആ വ്യക്തിയുടെ സ്വഭാവമായിരിക്കില്ല നമ്മൾ രണ്ടാമത് കാണുന്ന ആൾക്ക്. പക്ഷേ നമ്മൾ ചുരുങ്ങിപ്പോവും, നമ്മുടെ ഉള്ളിൽ തോട്ട്സ് മാറും, നെഗറ്റീവായിട്ടുള്ളൊരു ഫീലിംഗ് വരും. മറ്റൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു പാർക്കിലേക്ക് പോയി, ഒരുപാട് ആൾക്കാരുടെ കളിത്തമാശകൾ, പൊട്ടിച്ചിരികൾ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുകയാണ്. നിങ്ങൾക്ക് എവിടെ ഇരിക്കണം എന്ന് മനസ്സിലാവുന്നില്ല, എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല, വല്ലാത്തൊരു ഫിയർ ഉള്ളിൻ്റെ ഉള്ളിൽ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പാസ്റ്റിലുള്ള എന്തോ ഒരു സംഗതിയായിട്ട് കണക്റ്റ് ആവുന്നതായിരിക്കാം. മേ ബി നിങ്ങൾ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ പുറകിൽ നിന്ന് ആരോ പണ്ട് ചിരിച്ചതിൻ്റെ, കളിയാക്കിയതിൻ്റെ സംഗതിയായിരിക്കാം നിങ്ങൾക്കിപ്പോൾ ഓർമ്മ വന്നിട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കാം നിങ്ങൾ വെക്കുന്നതും എടുക്കുന്നതും അല്ലെങ്കിൽ ഒക്കെയും കൺഫ്യൂഷൻ ആവുന്നതും അല്ലെങ്കിൽ ചില കാര്യങ്ങൾ തെറ്റിപ്പോകുന്നതും വല്ലാത്ത ഫിയർ ഉള്ളിൻ്റെ ഉള്ളിൽ കയറുന്നതും. ഇതിലൊക്കെ മാറ്റം വരാനായിട്ട് കണ്ണാടി നോക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ ചിന്തിച്ചുകൊണ്ട് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നോർമൽ ടോണിൽ സംസാരിക്കാം, നോർമലായിട്ട് കാര്യങ്ങൾ ചെയ്ത് നോക്കാം. കുറേ ആൾക്കാരുണ്ട് എന്ന് നിങ്ങൾക്ക് ചിന്തിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഈ ചുരുങ്ങിപ്പോകുന്നത് നിർത്താനായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഫിസിക്കലി. ഒന്ന്, നേരെ നിൽക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ബാക്ക് സ്ട്രെയിറ്റ് ആക്കുക, നമ്മുടെ പോസ്ചർ ശരിയാണ്. നോർമൽ വോയിസ് ചൂസ് ചെയ്യുക. പെട്ടെന്ന് സ്വീറ്റ് ആയിട്ടുള്ള സൗണ്ട് പുറത്തേക്ക് എടുക്കാതെ ഒന്ന് ബ്രീത്ത് ചെയ്ത് നോർമൽ ടോണിൽ സംസാരിക്കുക, നോർമൽ വോയിസിൽ സംസാരിക്കുക. ഫിസിക്കലി ഈ 2 കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒപ്പം തന്നെ മനസ്സിൽ എന്ത് വേണം, നേരത്തെ പറഞ്ഞ തോട്ട്സ് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ റെസിഡൻ്റ് ആണ്, അല്ലാതെ ഗസ്റ്റ് അല്ല. ഞാനിവിടെ ഫുള്ളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എല്ലാവരെയും പോലെ ഈക്വൽ ആണ് എന്നുള്ള ചിന്ത ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി നിങ്ങളുടെ ലൈഫിൽ മെയിൻ ക്യാരക്ടറാണ് എന്ന് ഉറപ്പുവരുത്താനായിട്ട് ലൈഫിലേക്ക് ഒന്നുകൂടി ഒന്ന് നോക്കുക. നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് മാത്രം നടന്നു പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. വേണമെങ്കിൽ ഞാനില്ലെങ്കിലും ഇന്ന കാര്യങ്ങൾ ആരെങ്കിലും ചെയ്തോളും എന്നുള്ള തോട്ട് കൊടുക്കാം. മറ്റ് ചില ഏരിയാസിൽ ആ ഒരു തോട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷേ ഓൾറെഡി സെൽഫ് കോൺഫിഡൻസ് കുറവുള്ള അല്ലെങ്കിൽ ഷ്രിങ്കായി പോകുന്ന ആൾക്കാർ ഒരിക്കലും ആ രീതിയിൽ ചിന്തിക്കാതിരിക്കുക.
നമ്മളുള്ളത് കൊണ്ട് മാത്രം നടന്നു പോകുന്ന കാര്യം എന്താണ്? ഇപ്പോൾ നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് നടന്നു പോകുന്നത് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങൾ കൊണ്ടാണ്. നമ്മൾ ഓടി നടക്കുന്നത് കൊണ്ടാണ് ചില കാര്യങ്ങൾ നടക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളാണ് വീട്ടിൽ മെയിനായിട്ട് ചിലവ് നോക്കുന്നത് എന്നാണെങ്കിൽ നിങ്ങൾ ആ ഒരു വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് വീട്ടിലെ കാര്യങ്ങൾ കഴിഞ്ഞു പോകുന്നത്. ഇങ്ങനെ ലൈഫിൻ്റെ ഓരോ ഏരിയയും എടുത്ത് നോക്കാം. ഓരോ മുക്കും മൂലയും നിങ്ങളൊന്ന് അരിച്ചു പെറുക്കുക. നിങ്ങൾ മെയിൻ ക്യാരക്ടറാണ് എന്നുള്ളത് നിങ്ങൾക്ക് തോട്ട് കൊടുക്കാനായിട്ട്. ഇതൊക്കെ ചിന്തിക്കുന്നത് ഒരിക്കലും ആരോടും അഹങ്കാരം പറയാനോ അല്ലെങ്കിൽ ഞാനിതാണ് എന്നുള്ളത് തെളിയിച്ചു കൊടുക്കാനോ ഒന്നുമല്ല. നമ്മുടെ ആവശ്യം നമുക്ക് ഫുള്ളസ്റ്റായിട്ട് ജീവിക്കാൻ പറ്റണം, അല്ലേ? ഞാൻ 2019 ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് എഴുതിയ കാര്യമാണ് ഫുള്ളസ്റ്റായിട്ട് ജീവിക്കണം എന്നുള്ളത്. അന്നെൻ്റെ ലൈഫിൽ ഒരുപാട് ഏരിയാസ് ഉണ്ടായിരുന്നു ശരിയാക്കാനായിട്ട്. എല്ലാറ്റിലും ഫുള്ളസ്റ്റായിട്ട് ജീവിക്കുക എന്നുള്ളത് എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. പക്ഷേ ഓരോന്നിലും ജീവിക്കാൻ തുടങ്ങിയപ്പോൾ കുറേ ഏരിയാസിൽ ഞാൻ ഫുള്ളസ്റ്റായി. കുറേ ഏരിയാസ് ഇപ്പോഴും ശരിയാക്കാനുണ്ട്. നമുക്ക് ശരിയാക്കാനുള്ള ഏരിയാസ് ഇതുപോലെ ഓരോന്നും എടുത്ത് നമ്മൾ പരിശോധിച്ച് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ നമ്മുടെ പ്രശ്നം അക്സെപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ചലഞ്ചായിട്ട് തന്നെ എടുത്ത് അതിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാറ്റിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. 2026 ആകുമ്പോഴേക്കും നല്ല മാറ്റങ്ങൾ, അല്ലെങ്കിൽ 2026 മാറ്റത്തിൻ്റെ വർഷമാക്കി മാറ്റാനും കഴിയും. ഇനി നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും സ്വയം ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് കോച്ചിങ്ങിലൊക്കെ പങ്കെടുക്കാം. ഇന്നിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 0 to Hero ആണ്. ഇനി നെക്സ്റ്റ് വീക്ക് ഒരു 10 ദിവസത്തെ ഗ്യാപ്പിൽ നമ്മൾ ഇന്നർ സെൽഫ് ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇന്നർ ചൈൽഡ് ഹീലിംഗ്. എന്താണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്നുള്ളത് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചെറിയ പ്രായം മുതൽ നിങ്ങൾക്കിപ്പോൾ 30 വയസ്സാണെങ്കിലും 40 വയസ്സാണെങ്കിലും 70 ആണെങ്കിലും ആ ഒരു ചെറിയ ഏജ് മുതൽ ഈ ഒരു വയസ്സ് വരെ നിങ്ങൾ നടന്ന അല്ലെങ്കിൽ നിങ്ങൾ കടന്നു പോയിട്ടുള്ള മോശം അനുഭവങ്ങൾ, അതിൽ നിന്ന് നിങ്ങളിലേക്ക് വന്നിട്ടുള്ള ചിന്തകൾ, അതിലൊക്കെ മാറ്റം കൊണ്ടുവരിക അല്ലെങ്കിൽ വേദനകൾ ഇല്ലാതാക്കുക, മുറിവുണക്കുക എന്നുള്ളതാണ് ഇന്നർ സെൽഫ് ഹീലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യൂട്യൂബിൽ ഫാബുലസ് ലൈഫ് ബൈ ഐന ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആ വീഡിയോ നിങ്ങളുടെ മുൻപിലേക്ക് വരും എന്താണെന്ന് അറിയാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ട ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അൻറ്റിൽ ദെൻ ബൈ.